മത്തായി ചേട്ടന്റെ ദേഷ്യം കണ്ടാ തോന്നൂല. ഞങ്ങളാണ് അവളെ സിനിമയിലോട്ട് വിളിച്ചോണ്ട് പോയത്. ഞങ്ങൾ ചീത്ത പറഞ്ഞിട്ടൊന്നുമല്ല അവള് പോയത്. ചീത്ത പറഞ്ഞില്ലെങ്കിൽ അവള് പോകാൻ ഒരുങ്ങി തന്നെ വന്നത്. എങ്കിൽ നാറിപ്പോയനെ. ഇതിപ്പോ നല്ല ചീത്ത പറഞ്ഞിട്ടാണല്ലോ അവളെ പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് മത്തായി ചേട്ടൻ സമാധാനപ്പെടാ. സിനിമ വേണ്ട, നാടകം മതി എന്ന് പറഞ്ഞ് വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി വന്ന പെണ്ണിനെ എടവും വലവും നിന്ന് തെറി പറഞ്ഞ് ഓടിച്ചിട്ട് ഞാനിപ്പോ സമാധാനപ്പെടണല്ലേ? എടാ, ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളാവുന്ന ചീത്തയാണടാ നിങ്ങളൊക്കെ പറഞ്ഞത്, പട്ടികളെ. അല്ല, അതിപ്പോ ഞാൻ അതിപ്പോ ഇല്ല. അവളെ നീ ഇത്രയും ചീത്ത വിളിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും ചീത്ത വിളിച്ചു. ഒന്നും വിളിച്ചില്ലേ? നീ അവളെ ഗദ്ദെന്ന് വിളിച്ചില്ലേ? പിത്തക്കാടിന്ന് വിളിച്ചില്ലേ? അത് ഞാൻ മാത്രമല്ല, മത്തായി ചേട്ടനെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചു. എനിക്ക് അധികാരമുള്ളൂ, ഞാൻ വിളിച്ചു. കാരണവന്മാർക്ക് അടുപ്പിലും തുറന്ന് ഒരു പഴം ചൊല്ലുണ്ട്, അത് ആദ്യം മനസ്സിലാക്കും. മത്തായി ചേട്ടൻ അടുപ്പിൽ അലമാരിൽ എവിടാന്ന് വെച്ചാൽ തട്ടിക്കോ. അതേപോലെയാണോ നീ സ്റ്റേജ് വെച്ച് അവിടെ കറണ്ട് കുട്ടിക്കല്ലേ നീ അടിച്ചത്? അതൊക്കെ എന്റെ ആക്ടിംഗ് അല്ലേ? ആക്ടിങ്. അവക്ക് ടൈമിംഗ് ഇല്ലാത്ത എന്റെ കുഴപ്പമാണോ? നമ്മൾ അടിക്കുമ്പോ ഇങ്ങനെ നിൽക്കണം. നമ്മൾ അടിക്കുമ്പോ മുഖം കൊണ്ടുവന്ന അടിയുള്ളൂ. അപ്പൊ നീ മനഃപൂർവ്വം അടിച്ചല്ല. നിനക്ക് മനഃപൂർവ്വം തോന്നി. അതാണ് ആക്ടിംഗ്. നിനക്കില്ലാത്തത്. ചുമ്മാ അല്ലടാ. ഫസ്റ്റ് ഡേ 24 നാടകം ബുക്ക് ചെയ്തു. പിന്നെ കൂടെ അഭിനയിക്കുന്നവർ അണപ്പല്ലടിച്ചിളക്കിട്ടല്ലേ നാടകം ബുക്ക് ചെയ്യുന്നത്. വാഷ് പീസിന് അവളെ കട്ട ചോര തുപ്പിയത്, കട്ട ചോര. നന്നായി പോയി. നിന്റെ വൈഫൊന്നും അല്ലല്ലോ, പെങ്ങളൊന്നും അല്ലല്ലോ ഇത്ര ദണ്ണം വരാൻ. എനിക്കൊരു ദണ്ണമില്ല. അടുത്ത നാടകത്തിന് വേറെ നായിക ഉണ്ടായിക്കോണം. ഉണ്ടാക്കൂടാ. അവളെ ഈ ഭൂമിയിലെ അവസാനത്തെ നരിയൊന്നുമില്ലല്ലോ വേറെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ. മത്തായി ചേട്ടാ, അവൾക്ക് വരെ 1000 എണ്ണത്തിന് ഞാൻ കൊണ്ടുവരും. 1000 എണ്ണത്തിന്. 1000 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് നിന്റെ അപ്പൻ ചെലവിന് കൊടുക്കടാ. എടാ, ഒരെണ്ണത്തിന് കൊണ്ടുപോടാ. ഒരെണ്ണത്തിന് അവളെ പോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരെണ്ണത്തിന് കൊണ്ടുപോവാ. ശരി, ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇനി ഒരു നായികയെ കണ്ടെത്തിയിട്ടല്ലാതെ ഈ ഗോപാലകൃഷ്ണൻ വിശ്രമമില്ല. അപ്പൊ ഈ ജന്മത്തം വിശ്രമിക്കത്തൂല്ല. എടാ, നീ എവിടേക്ക് പോണേ? കണക്ക് നോക്കണ്ടേ? കണക്കൊക്കെ ഞാൻ നോക്കിയോളാ. നീ അവിടെ പോയി കിടന്നുറങ്ങാ. പിത്തക്കാടി. പിത്തക്കാടി എന്താ നീ പറഞ്ഞേ? നീ എന്താ പറഞ്ഞ? എന്നെ പിത്തക്കാടി വിളിച്ചു? മത്തായി ചേട്ടനല്ലേ എന്നെ വിളിച്ചത്? ഞാനാണ് വിളിച്ചത്. ആണോ? അപ്പൊ പിന്നെ എന്നെ വിളിച്ചതാരാ? തോന്നിയതാവും. ടെൻഷൻ എന്റെ സമനില തെറ്റിന്ന് തോന്നണേ. മത്തായി ചേട്ടാ, ബാലകൃഷ്ണ ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. എന്താ നിന്നെ ആര് വിളിച്ചടേ? ശല്യം. നീ പെട്ടിയുണ്ടാകത്തു പോയി. മീര വരൂ. എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അകത്തോട്ട് കയറിക്കൊള്ളൂ. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തറാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്തായാലും കലക്കിട. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ? എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവളെന്റെ മുറപ്പെണ്ണാണ്. എന്റെ അല്ല, അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ, അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവള് അപ്പം ഉണ്ടാക്കോ? ഓ, അപ്പം തിന്നാ മതി. ഇവ കുഴി എണ്ണണ്ടാന്ന്. ഓക്കെ, ഞാൻ കുഴി എണ്ണുന്നില്ല. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവള് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്താച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള ഇവന്റെ അടവ്. അതേടാ, അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോകണം നായികയെ. ഞാൻ കൊണ്ടുവന്ന നായികയെ വെച്ച് നീ എങ്ങനെ നായകനാവണ്ട? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നില്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവരല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഓരാ, മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാടെ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്ര ആയിരം ജനം കണ്ടതാ. അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വന്നുണ്ടോ? ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ എത്ര വില്ല വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി പോലുള്ള വില്ലന്മാരെ. നീ കൊണ്ടുവരും.
അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ ഒഴിപ്പിക്കാൻ നോക്കണ്ട. മത്താച്ചേട്ടാ, ഞാൻ തയ്യാറാ. വില്ലനെങ്കിൽ വില്ലൻ. നീ എനിക്കൊരു ഷെയ്ക്കിന്റെ അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ നീ. തെറ്റി. നായകൻ നീ, വില്ലൻ നീ. പ്രശ്നം തീർന്നല്ലോ. ഗോപാലകൃഷ്ണ, നാടകത്തിൽ മാത്രമല്ല, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും. ആഹാ, ആള് ഇവിടെ വന്ന് നിൽക്കുക. നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ട് ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ മെയിൻ മാന്നാർ മത്തായി. ഇതിന് നല്ലോണം ആഴമുണ്ടോ? ആഴോ? ആഴം ഞാൻ ചാടി നോക്കിയിട്ടില്ല. ചാടി നോക്കിട്ട് അറിയിക്കാം. എന്നാല് ഞാനൊന്ന് ചാടി നോക്കിയാലോ? എന്ത്? ഇതേ ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ ഒന്ന്? എന്തിന്? വെള്ളത്തിൽ ഭാരങ്ങൾ ഇല്ലാണ്ടാവുന്നല്ലേ പറയാറ്? നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ. ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ്ങ് ആഴം വരെ ചെല്ലണം. എന്നിട്ട് ഒരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം. എന്തൊരു രസമായിരിക്കും അത്. എന്ത് രസം? സത്യം പറ. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്. പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോകരുത്. പോയേ, കയറി പോയേ. ഓ, എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കെട്ടിച്ചടിച്ചാവാൻ. റെഡി? 1 2 3 4. എന്താടാ? ചായ റെഡിന്ന്. റെഡി ആയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്തൂടെ? സപ്ലൈ ചെയ്യാൻ നിന്റെ അമ്മായച്ചനോട് എന്ന് പറ. അവരെ കൊണ്ട് സപ്ലൈ ചെയ്യിക്കാൻ ഒക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഗോപാലകൃഷ്ണ, എന്താ മീര? എന്താ ഇങ്ങനെയൊക്കെ? ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ? ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ. കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കിൽ ഒഴിക്കും. ചായ ഒഴിച്ചു വെച്ചേക്കുന്ന എടുത്തോണ്ട് പോവാൻ. നീ എന്തോ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ? ആണാ? എങ്കിൽ നോക്കി നിൽക്കണ്ട, എടുത്തങ്ങ് വിഴിയിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ? എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം.